ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ ഓമനക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാനായി കടന്നു നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളോടും ക്രമീകരണങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാം മനോഹരമായി റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യുവാനും നീ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലെ ശുശ്രൂഷ കാണുന്ന എല്ലാ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിനെ അനുഭവമാക്കുവാനും കർത്താവിൻ്റെ വചനം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഈ എളിയ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലും കൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഈശ്വരനത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. തയ്യാറായോ? റെഡിയാണ്? സ്റ്റാർട്ട് ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്യാം. യെസ് ബ്ലസ്സി, സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്. ഈ നമ്മുടെ 6ാം സ്റ്റേജ് ഹോറേബ് സ്റ്റേജാണ്. നമുക്കറിയാമല്ലോ, നമ്മുടേതായിട്ടുള്ള ഈ ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 മെഗാ ബൈബിൾ ക്വിസ് മത്സരത്തിന് 9 സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജും തിരുവചനത്തിലെ ഓരോ പർവ്വതങ്ങളുടേതായിട്ടുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഹോരേബോളും എത്തിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പർവ്വതമാണ് ഹോരേബ്. വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോറേബ്, ബ്ലസ്സി? ദൈവം മോശെയ്ക്ക് കൽപ്പനകൾ നൽകിയ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച പർവ്വതമാണ് ഹോരേബ്. പിന്നെ വേറെ ദൈവം ഏലിയാവിനോട് സംസാരിച്ച സ്ഥലമാണ്. വേറെ വല്ല ഉണ്ടോ? ഓർക്കുന്നു? ഓർക്കുന്നില്ല. എന്തോ? ഓർക്കുന്നില്ല. വളരെ ശരിയായ മറുപടിയാണ്. അപ്പോൾ ഹോരേബ് വളരെ പ്രധാനപ്പെട്ട ഒരു പർവ്വതമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഈ ക്വിസിനെ സംബന്ധിച്ചും ഇതൊരു പ്രധാനപ്പെട്ട സ്റ്റേജാണ്. ഇതിൽ നിന്നാണ് നാളെ നിങ്ങൾ വേറെ ഒരു സ്റ്റേജിലേക്ക് പോകാൻ കൊണ്ടുള്ള യോഗ്യത നേടുന്നത്. ക്വാർട്ടർ ഫൈനൽസ്, ദെൻ സെമി ഫൈനൽസ് ആൻഡ് ദെൻ ഫൈനൽസ്. ഓൾറൈറ്റ്. ഫൈനൽസ് വിൽ ബി ദ സയൻ സ്റ്റേജ്. ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെ ഹോരേ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ വന്ന് നിൽക്കുകയാണ്. റെഡിയാണോ? റെഡിയാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ഘടനകൾക്കൊന്നും മാറ്റമില്ല. ഓരോ ക്വസ്റ്റ്യനും പോസിറ്റീവായിട്ടുള്ള മറുപടി 5 മാർക്ക്, നെഗറ്റീവായിട്ട് -1 മാർക്ക്. പഴയ റൗണ്ട്സ് തന്നെ ആയിരിക്കും ആദ്യത്തെ 4 റൗണ്ട്സ്. ആരംഭിക്കുന്നത് ഉദയയിൽ നിന്നും ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ആളാം പ്രതി ഓരോ ചോദ്യം. റൈറ്റ്. 5 മാർക്സ് ശരിയായ ഉത്തരം, -1 തെറ്റായ ഉത്തരം, 1 മാർക്കും വേണ്ട എങ്കിൽ മോനമായിരിക്കുക. റൈറ്റ്. So that starts with Old Testament round, then we go to New Testament round. That will be from Blasi Sayana, right? You know it. Same principle, 1 question for each. ആളാം പ്രതി ഓരോ ചോദ്യമാണ്. മൂന്നാമതായിട്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ക്രിസ്ത്യൻ ഹിസ്റ്ററി, ബൈബിൾ ഹിസ്റ്ററി തുടങ്ങിയ വിഷയങ്ങളുള്ള ചോദ്യമാണ്. അത് ആരംഭിക്കുന്നത് ജോൺ സെക്കറായിരുന്നു. റൈറ്റ്. നെക്സ്റ്റ് റൗണ്ട് ഈസ് ദ ബൈബിൾ ബമ്പർ റൗണ്ട്. ഈ ബൈബിൾ ബമ്പർ റൗണ്ടിൽ ചെറിയ വ്യതിയാനം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സ്റ്റേജിൽ ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതമായിരുന്നു. ഈ പ്രാവശ്യം അത് 2ആയിട്ട് കുറച്ചിരിക്കുന്നു. 5 ചോദ്യങ്ങൾ 2 മാർക്ക് വീതം 10 മാർക്ക്. ഓൾറൈറ്റ്. അപ്പോൾ തുടർച്ചയായിട്ട് ബെല്ലടിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നവരെയും എത്ര ഞെക്കിണക്കെയും ബെല്ലടിക്കാത്തവരെയും ഒന്നും ഒരു പ്രയാസത്തിനും പെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാർക്ക് ഓരോന്നങ്ങ് കുറച്ചു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മണിയൊക്കെ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്.
അപ്പം കുഴപ്പമില്ല. ഓക്കെ, സോ 5 questions, 2 marks is that makes 10 marks, right? That is for the ബൈബിൾ ബമ്പർ റൗണ്ട്. അടുത്തതായിട്ടുള്ളത് ബൈബിൾ മ്യൂസിക് റൗണ്ടാണ്. ദൈവത്തിൻ്റെ ആരാധനയിൽ സംഗീതത്തിന് വലിയ സ്ഥാനമാണുള്ളത്. സ്വർഗത്തിൽ സദാ കേൾക്കുന്നത് പ്രസംഗങ്ങളല്ല, പിന്നെയോ പാട്ടുകളാണ്, സംഗീതമാണ്. പക്ഷെ നമ്മൾ ലോകത്തിൽ കേൾക്കുന്ന മുഴുവൻ പ്രസംഗമാണ്, സംഗീതം കേൾക്കാനേ ഇല്ലാത്തൊരവസ്ഥയിൽ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ, അതായത് ഇങ്ങനെ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം സംഗീതത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കലാണ്. ഓരോ ചോദ്യമുള്ള ആ ചോദ്യം കൊണ്ടൊന്നും ഓർമ്മിക്കാൻ സാധ്യമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു മെഗാ ക്വിസ് കോമ്പറ്റീഷൻ്റെ ഒരു ഭാഗമായിട്ട് ബൈബിൾ മ്യൂസിക് റൗണ്ടിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം തിരുവചനത്തിലുണ്ട് എന്നുള്ളതുകൂടി വെളിപ്പെടുത്തുവാനാണ്. തന്നെയല്ല, നിങ്ങളെല്ലാം നല്ല സംഗീതജ്ഞരാണ്. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടുള്ള പാട്ടുകൾ പാടി, അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം പ്രൈസ് റൗണ്ട് നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ ഗായകരുടെ പാട്ടുകളൊക്കെ അവലോകനം ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മ്യൂസിക്കിനെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ റൗണ്ടാണ്. ഓരോ സ്റ്റേജിൽ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഇൻഡിവിജ്വൽ പ്രൈസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ പിന്നെ കേരളത്തിലെ പ്രശസ്തരായ സംഗീതജ്ഞരുടെ എഴുത്തുകാരുടെ പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തേത് ബൈബിളിൽ എന്താണ് മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു അനുഗ്രഹമാകും എന്ന് ഞാൻ കരുതുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സ്റ്റേജ്. ഈ 5 സ്റ്റേജിലും മത്സരിച്ചിട്ടും ഒരു ഫലം കാണുന്നില്ല എങ്കിൽ മിസ്റ്റർ ലൂയിയുടെ അനുഭവത്തോടുകൂടി എനിക്ക് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും, ബൈബിൾ ബോംബ്. കാരണം വിജയികളെ കണ്ടെത്തിയാൽ മതിയാവും. ക്വാർട്ടർ ഫൈനൽസിലേക്ക്, പിന്നെ സെമി ഫൈനൽസിലേക്ക്, പിന്നെ ഫൈനൽസിലേക്ക്. സോ ഇതൊരു പ്രീ ക്വാർട്ടറാണിത്, റൈറ്റ്? സോ ദാറ്റ്സ് എ ബൈബിൾ ബോംബ്, ബട്ട് ഐ വിൽ ഓൺലി യൂസ് ഇറ്റ് ഇഫ് ഐ എം ആസ്ക്ഡ് ടു. ദർ ഇസ് നോ അതർ ഓൾട്ടർനേറ്റീവ്. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. നൗ നിങ്ങളെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുക. ഒരു പുതിയ സ്റ്റേജ്, പുതിയ എപ്പിസോഡ്. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഉദയ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും 2 മക്കളുമുണ്ട്. ഞാൻ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഈ ബൈബിൾ ക്വിസ് കടന്നു വരുവാനും ഞാൻ മൊത്തമായിട്ട് ബൈബിളൊന്ന് പിന്നെയും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാനും എനിക്ക് കഴിയുന്ന സമയത്ത്, കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ദൈവം സഹായിച്ചു. അത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിന്നെയും ദൈവം ഈ ബൈബിൾ ക്വിസ് റൗണ്ടിനെ പ്രത്യേകം നടത്തുന്ന ദൈവദാസനെയും കുടുംബത്തെയും ദൈവമക്കളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ വർഷത്തിൽ 2-3 പ്രാവശ്യം നടത്തി കഴിഞ്ഞാൽ ബൈബിൾ 2-3 പ്രാവശ്യം വായിക്കുമെന്നുള്ള ഉറപ്പാണ്. ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ എത്ര ലക്ഷം രൂപ എനിക്ക് തരും? അതാണ് ചോദ്യം. നടത്താൻ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ സാറ് ഈ നടത്തുമ്പം എനിക്കറിയത്തില്ല സാർ എങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതെന്ന് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ ഒരു ട്രോഫിയും കൂടെ കൊടുത്താൽ നന്നായിരിക്കും. ഈ വേൾഡ് ടു വേൾഡിൻ്റെ ആ ഇത് വെച്ചിട്ട് കൊടുത്താൽ നന്നായിരിക്കും. കാരണം അത് നമ്മൾ പൈസ കിട്ടുമ്പോൾ അത് അന്നേരം തീരും. കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം അന്നേരം തന്നിട്ടുണ്ട്. പക്ഷേ ട്രോഫിയൊക്കെ കിട്ടുന്നത് അത് ആൾക്കാർ വരുന്നവർ ചോദിക്കും ഇതേത് ബൈബിൾ ക്വിസ് അന്നേരം അതൊരു തന്നെ ഒരു നല്ല. ഞാൻ മനഃപൂർവ്വമായിട്ട് ട്രോഫി കൊടുക്കാറില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പക്ഷേ ട്രോഫി അല്ല, അതിനുവേണ്ടി സർട്ടിഫിക്കറ്റ്സ് കൊടുക്കും. ട്രോഫിയുടെ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏജ് കഴിഞ്ഞു പോയി. ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമാണ് അനേകർക്ക് എൻകറേജ്മെൻ്റായിട്ട് വരുന്നത്. ഒരുപക്ഷെ ഉദയ സിസ്റ്ററിന് അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നു. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നവരുണ്ട്. സാമ്പത്തികമായിട്ട് അതിന് ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തന്നെ പങ്കെടുത്ത ഒരാൾ കുന്നംകുളത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുന്നംകുളത്ത് നിന്ന് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് എക്സ്പെൻസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഞാനിവിടെ വന്നൊരു ട്രോഫിയും മറ്റു സാഹിബ് ചോദിച്ചതിൻ്റെ നിനക്ക് എന്താ വേണോ? നന്ദി വേണോ കാശ് വേണോ? അപ്പം പറഞ്ഞു എനിക്ക് കാശ് മതി, നന്ദി വേണം, താങ്ക്സ് വേണ്ട. താങ്ക്സ് വേണോ? നിനക്ക് എന്നാ വേണം? താങ്ക്സ് വേണോ? കാശ് വേണോ? സാഹിബിൻ്റെ താങ്ക്സ് വേണ്ട, എനിക്ക് കാശ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു കാര്യം നമ്മൾ കേരളത്തിലെ മൊത്തം നടത്തുമ്പോൾ എല്ലായിടത്തു നിന്നും വരുന്നവർക്ക് നമ്മൾ വലിയ തുകയല്ല. അതുകൊണ്ടാണ് ഓരോ റൗണ്ടിനും നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് റൗണ്ടിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇതുകൂടെ ചേർത്ത് വേണമെങ്കിൽ ഇച്ചിരി കൊടുത്താൽ മതി, എനിക്കത് ലാഭമാണ്. ഇത് ഓരോ റൗണ്ടിനും നമ്മൾ സ്പെസിഫിക്കായിട്ട് ഓരോരുത്തർക്കും, ഫസ്റ്റ് പ്രൈസിനല്ല, ഓരോരുത്തർക്കും അത് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ വരാനായിട്ട്. അവർ പോകണം, അല്ല അതുകൊണ്ട് സമ്പാദിച്ച് വസ്തു വാങ്ങിക്കാനൊന്നുള്ള കാര്യമല്ല. ബട്ട് ദേ ഷുഡ് ബി ഈസി. വന്നു കഴിഞ്ഞാൽ ദൈവനാമം മഹത്വപ്പെടണം, ദൈവനാമ മഹത്വത്തിനായിട്ട് അത് തീരണം. അപ്പോൾ അനേകടത്ത് ഇവിടെ പങ്കെടുത്ത് തന്നെ ഒരു മത്സരാർത്ഥി വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളാണ് പറഞ്ഞത്. അത് ക്വിസ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് പ്രൈസൊക്കെ പറഞ്ഞു. അവസാനം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു ഇപ്പം കാശിൽ പുറകെ അയച്ചുതരാവും. അങ്ങനെയുള്ള ഈ ദൈവനാമത്തിൽ ദൈവവചനത്തിൻ്റെ പേര് നടക്കുന്ന കാര്യമായി എന്നോട് പറഞ്ഞത്.
പ്രൈസൊക്കെ പറഞ്ഞ് ഇത്ര രൂപ തരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം വന്ന് പാവം അവിടെ നിന്നൊക്കെ വരും, വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്ന് ക്വിസ് കോമ്പറ്റീഷൻ ജയിച്ച് കഴിഞ്ഞപ്പോൾ കാശ് വെച്ചും പറഞ്ഞ് തൽക്കാലം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകും, ബാക്കി പുറകിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അനേകർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. കാരണം ദൈവവചനത്തിൻ്റെ പ്രചരണത്തിനും പ്രചാരണത്തിനും വേണ്ടിയിട്ടാണ് ഈ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ഒരുപാട് പ്രവർത്തിക്കുന്നത്. അത് ഇതുവരെയും ദൈവവചനം എത്താത്ത സ്ഥലങ്ങളിൽ പരിഭാഷപ്പെടുത്തി ആ അവരുടെ ലാംഗ്വേജുകളിൽ കൊടുക്കുക, ഗോത്രങ്ങളുടെ പരിഭാഷപ്പെടുത്തി അവിടെ കൊടുക്കുക, മറ്റു പരിഭാഷകളിൽപ്പെടുത്തി കൊടുക്കുക, ഇല്ലാത്തടത്ത് വിതരണം ഒരുപാട് തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഇതും അപ്രകാരം ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ ട്രോഫി വേണം. എനിക്ക് വേണമെന്നല്ല പറഞ്ഞത്, മനസ്സിലായല്ലേ? ലാസ്റ്റിൽ വരുന്ന വിന്നേഴ്സിന് കൊടുത്ത അത് നമ്മുടെ ബൈബിൾ ക്വിസിൻ്റെ ഒരു തീർച്ചയായിട്ടും ഞാൻ ദേവസന്നിധി ചോദിക്കട്ടെ, എന്നോട് പറഞ്ഞിട്ട് ഉള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഐ വിൽ ഫൈൻഡ് ഔട്ട്. ഓൾ റൈറ്റ്, താങ്ക് യു ഉദയ. യെസ് സാർ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജോൺ സക്കറിയ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപത്ത് നിന്ന് കടന്നു വരുന്നു. ഞാൻ ഒരു ബൈബിൾ സ്കൂളിലെ അധ്യാപകനാണ്. എനിക്ക് മാതാപിതാക്കളും 3 സഹോദരങ്ങളുമുണ്ട്. ഞാൻ വിവാഹിതനാണ്. ഈ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൻ്റെ 6ാം റൗണ്ടിലും കടന്നു വരുന്നതിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച് എല്ലാവരോടും നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. സാർ എന്തൊക്കെയാണ് ഇവിടെ ബൈബിൾ സ്കൂളിൽ ഇങ്ങനെയുള്ള ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിന് ചെയ്യുന്നതോടെ പറഞ്ഞാൽ മതിയാവും. അതുകൊണ്ട് അറിയണം, ദൈവവചനം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ല, പഠിപ്പിക്കുന്ന പറഞ്ഞാൽ സാർ ഒരു കൊച്ചു സമൂഹത്തെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഒരു സ്ട്രാറ്റ് ഓഫ് സൊസൈറ്റി വരുമ്പം എത്ര വിദ്യാർത്ഥികൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിലുപരിയായിട്ട് നിങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ എങ്ങനെ ഈ ദൈവവചന പ്രചാരണത്തിനായിട്ട് അങ്ങനെ വല്ല നിങ്ങളുടെ വല്ല ക്യാമ്പയിൻ ഉണ്ടോ? ഉണ്ട്. വെക്കേഷനിൽ അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ മിനിസ്ട്രിക്കായിട്ട് അയക്കും. ഔട്ട്റീച്ച് മിനിസ്ട്രി ഉണ്ട്. അതൊരു 3 മാസം ചെയ്യണം. 3 മാസം ചെയ്യണം. അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരണം. ഒരു പാസ്റ്ററോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. ആ പാസ്റ്ററുടെ റിപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് വരണം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വല്ല പ്രത്യേക മത്സരങ്ങളൊക്കെ ഉണ്ട്. ബൈബിൾ സ്കൂളിലുണ്ട്. ഇന്ത്യ ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ട്. ബൈബിൾ സ്കൂളിൽ അങ്ങനത്തെ മത്സരങ്ങളൊക്കെ. അപ്പം സാർ അവർക്ക് ട്രോഫിയാണോ കൊടുക്കുന്നത് അതോ പല രീതിയിൽ കൊടുക്കാമല്ലോ? ഹലോ, താങ്ക് യു വെരി മച്ച്. ഇല്ല, ഒന്നും കൊടുക്കാറില്ല. ഒന്നും കൊടുക്കാം. ചിലപ്പോൾ ഒരു മുട്ടായി മാത്രമേ കൊടുക്കൂ. അത് നല്ല കാര്യമാണ്. അതിന് എപ്പോഴും മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കൊണ്ട് പോകുകയല്ലെന്നുള്ളേ ഉള്ളൂ. റൈറ്റ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. ആ മുട്ടായിയുടെ കാര്യവും അതിനപ്രകാരം നമ്മൾ കേട്ടത് നന്നായിരിക്കുന്നു. യെസ്, ബ്ലെസ്സിസ് ആണോ? വാട്ട് ഹാവ് യു ടു സേ? എൻ്റെ പേര് ബ്ലെസ്സി സിയോണ GN. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. CETയിൽ 2nd ഇയർ BTech സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ടെൽ മീ വാട്ട് ആർ യു ഡൂയിങ് ഫോർ ഗോഡ്? ദൈവവചനത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ വന്നതാണ് ഇല്ലേ? 2020 ബൈബിൾ ക്രൗൺ കോമ്പറ്റീഷൻ വന്നൊരു പ്രൈസും കിട്ടിയതാണ്. ആണോ? യെസ് ഓ നോ? യെസ്. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 3 വർഷക്കാലം ദൈവവചനത്തിന് വേണ്ടിയിട്ട് താങ്കൾ എന്ത് ചെയ്തു എന്നാണ് എനിക്കറിയേണ്ടത്. പാസ്സായി, കോളേജ് അഡ്മിഷൻ കിട്ടി, കോളേജിൽ പോകുന്നുണ്ട്. ദൈവവചനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറച്ചും കൂടെ ബൈബിൾ നന്നായിട്ട് വായിക്കാം. അത് നമ്മുടെ സ്വന്തം കാര്യത്തിലല്ലയോ? അത് വേറെ കർത്താവിൻ്റെ കാര്യത്തിലാണോ ബൈബിൾ വായിക്കുന്നത്? അടുത്ത കോമ്പറ്റീഷൻ പോയി അടുത്ത തുക കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഒരു എയിമായിട്ട് ബൈബിൾ പഠിച്ചെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറയാൻ പറ്റുമോ സാറേ? ഇല്ല. പറയാൻ സംശയമുണ്ടോ? ഇല്ല. അവർക്ക് 2 പേർക്കും സംശയം ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഇവിടെ സംശയം കാണുകയില്ല. ഞാൻ അതൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അധ്യാപകനും അതോടൊപ്പം ഒരു മറ്റൊരു രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ബൈബിൾ ക്രൗൺ 2020 വിജയിച്ചു പോയി. പിന്നെ വായന ബൈബിള്. കാരണം ഇനി അടുത്ത ഇവിടെ നടക്കുമെന്നറിയാം അല്ലേ? പക്ഷെ വേറെ കേരളത്തിലൊക്കെ നടക്കുന്നില്ല അല്ലയോ? അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഇനി അടുത്ത പ്ലാൻ? കുറച്ചുകൂടെ ബൈബിൾ വായിക്കുക ആണോ? അല്ല, ദൈവവചനം അനേകർ പകർന്നു കൊടുക്കാൻ ശ്രമിക്കണം. അതൊരു വലിയ ദൗത്യമാണ്. വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. സഹപാഠികൾക്ക് കൊടുക്കണം. പോക്കറ്റ് ടെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട് ഇംഗ്ലണ്ടിൽ. ലോകപ്രസിദ്ധമായ ശുശ്രൂഷയാണ്. ബൈബിളൊക്കെയും ഈ രീതിയിൽ ലഭിക്കുന്നതിന് മുൻപ് ഒരു പെൺകുട്ടി അന്ന് ബൈബിള് അച്ചടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ബൈബിളാണ്, ചുമന്നോട്ട് പോകണമെങ്കിൽ 2 കിലോ ഉണ്ട് ഒരു ബൈബിളുണ്ട്, വലിയ ബൈബിളാണ്. പോക്കറ്റ് ബൈബിളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പോക്കറ്റ് ടെസ്റ്റ്മെൻറ്റ് ലീഗ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം, ഈ കുട്ടി അന്ന് ബൈബിൾ സൊസൈറ്റിയും ബൈബിൾ ഷോപ്പ് ഒന്നുമില്ല, വലിയ ധനികനാണ്. അവളുടെ പേരാണ് ഹെലൻ കാഡ്ബറി. കാഡ്ബറി ചോക്ലേറ്റ്സ് അറിയാമോ? ചോക്ലേറ്റ്. അപ്പോൾ ഹെലൻ കാഡ്ബറി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവളുടെ പപ്പായോട് പറഞ്ഞു, എനിക്കൊരു ബൈബിൾ വേണം, വലിയ ബൈബിൾ. അപ്പോൾ ബൈബിളിലേ ഉള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചു. എൻ്റെ സഹപാഠികളുമായിട്ട് ബൈബിൾ പഠിക്കാനാണ്. ബൈബിളൊന്നുമില്ല, എങ്ങും ബൈബിൾ വാങ്ങിക്കാൻ കിട്ടത്തില്ല. വലിയ കാശുകാരുടെ കയ്യിലൊക്കെ വലിയൊരു അമൂല്യ വസ്തുവായിട്ടായിരിക്കുന്നത്. ഹെലൻ കാഡ്ബറിക്ക് അപേക്ഷ പ്രകാരം
അവളുടെ പിതാവ് ബൈബിൾ വാങ്ങിച്ചു കൊടുത്തു. ഈ വലിയ ബൈബിളും ചുമ്മിക്കൊണ്ടാണ്, ഇപ്പോഴൊന്നും അല്ല, 1800 നടന്ന കാര്യങ്ങളാണ്. എന്നിട്ട് വന്ന് ഒഴിവ് സമയത്തെല്ലാം കുട്ടികളുമായിട്ട് അത് പങ്കുവെക്കാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ പിതാവ് അവസാനം അന്ന് ഏറ്റവും ചെറിയൊരു ബൈബിൾ വാങ്ങിച്ചു കൊടുത്തൊരു പോക്കറ്റ് ബൈബിൾ. എന്നിട്ട് ഇവനെക്കുറിച്ച് സുവിശേഷം പറയാൻ തുടങ്ങി. ആദ്യമായിട്ട് ഈ പിള്ളേർ ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ട് കർത്താവിനെക്കുറിച്ചും വായനത്തെക്കുറിച്ചും പറഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് വൈകിട്ട് പോകുമ്പോൾ സുവിശേഷം പറയും. അങ്ങനെ ആദ്യമേ സുവിശേഷം പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് മാനസാന്തരപ്പെട്ടത് ട്രാഫിക് പോലീസായിരുന്നു. അത് റോഡ് സൈൻസും ലൈറ്റൊന്നും ഇല്ല, അവിടെ നിന്ന് കൈയും കാലും പൊക്കി ഇങ്ങോട്ടും. അങ്ങനെ ഒരു വ്യക്തി അയാളാണ് ആദ്യമേ മാനസാന്തരപ്പെട്ടത്. അങ്ങനെയാണ് പോക്കറ്റ് ടെസ്റ്റ്മെൻറ്റ് ലീഗ് എന്ന് പറഞ്ഞ് വിശ്വപ്രസിദ്ധമായ ശുശ്രൂഷ. കേരളത്തിലൊന്നും അതുകൊണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇംഗ്ലണ്ടിലും യൂറോപ്പിലൊക്കെ ധാരാളമായിട്ടുണ്ട്. അങ്ങനെ അവർ വലിയ രീതിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയ്ക്കിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതൊരു കൊച്ചുകുട്ടിയുടെ ദർശനമാണ്. പക്ഷേ അവർക്ക് പ്രൈസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നേരത്തെ, മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇന്ന് നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള ബൈബിളുണ്ട്, പോക്കറ്റ് ബൈബിളുണ്ട്, മിനി ബൈബിളുണ്ട്, എന്തെല്ലാം തരത്തിൽ. സോ യു മസ്റ്റ് ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്, റൈറ്റ്? പോക്കറ്റ് ടെസ്റ്റ്മെൻറ്റ് ലീഗിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ദാറ്റ് വിൽ ഗിവ് എ ലോട്ട് ഓഫ് ഇൻസ്പിറേഷൻ, റൈറ്റ്? വെൽ, ദാറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഇൻട്രഡക്ഷൻ. നമ്മുടെ ജഡ്ജസ് ആൻഡ് സ്കോർ കീപ്പേഴ്സിനെ പരിചയപ്പെടുത്തണം. ഇത് മിസ്സസ് രാജി, എൻ്റെ പ്രിയ ഭക്തി കൂട്ടുവേലക്കാരി, എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രാജിയെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവ് സ്വാഗതം ചെയ്യുന്നു. അത് മിസ്സസ് ശോഭ അബുദാബിയിൽ നിന്ന് എത്തിയിരിക്കുന്നു. ശോഭയുടെ പ്രിയപ്പെട്ടവൻ ഇന്ന് ലോകത്തിലില്ല. അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ കൈത്താങ്ങുമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ആദ്യമേ നമ്മൾ ആരംഭിക്കുമ്പോൾ ബൈബിൾ രത്നം പ്രശ്നോത്തരി എന്ന് പറഞ്ഞാണ് ആദ്യമേ ഇവിടെ ഇത് ആരംഭിക്കുന്നത്, 10 വർഷം മുൻപ്. അന്ന് നമുക്ക് സ്റ്റുഡിയോ ഇല്ല, അന്ന് നമുക്ക് നമ്മുടെ ശുശ്രൂഷ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അത് നടത്തുന്നത് ഗോർക്കി ഭവനിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഗോർക്കി ഭവൻ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് സെറ്റൊക്കെ ഇട്ട് അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അന്ന് അതിന് വളരെ സജീവമായിട്ട് എനിക്ക് കൈത്താങ്ങ് തന്ന് പ്രവർത്തിച്ച, എന്നോടൊപ്പം എല്ലാ സംരംഭങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്നേഹിതനായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളും ആ ഓർമ്മ തന്നെ നിലനിർത്തുവാൻ തക്കവണ്ണം തന്നെയാണ് ശോഭയും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ ഇന്നും അനുഗമിക്കുന്നു. അപ്പോൾ ശോഭയെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവ് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരുമാണ്. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്നാണ് നിങ്ങളിത് കാണുന്നത്. ആരെ ഇവിടെ കാണുന്നു, എങ്ങനെ കാണുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം, കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാനും മറ്റനേകർക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കുവാനും ദൈവവചനത്തിൻ്റെ മഹത്വവും മനോഹരത്വവും അനേകർക്ക് തിരിച്ചറിയുവാൻ വഴി തുറക്കുവാനും തക്കവണ്ണം എളിയ സംരംഭം, എളിയ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. So the first shot is to Mrs. Udaya, right? അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവാചകനാര്? യെശയ്യാവ്. Exactly the right answer. 5 marks. ശൂന്യസ്ഥലത്ത് വസിക്കുന്ന പക്ഷി എന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നത് ഏത് പക്ഷിയാണ് മിസ്റ്റർ ജോൺ സക്കറിയ? മൂങ്ങ. ഉത്തരം വളരെ ശരിയാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? സങ്കീർത്തനത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. 102-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലാണ്. റൈറ്റ്. റെഡി ബ്ലസ്സി? റൈറ്റ്. മനശ്ശയിൽ എൻ്റെ കുലം ഏറ്റവും ദുർബലവും എൻ്റെ പിതൃഭവനത്തിൽ ഞാൻ ഏറ്റവും നിസ്സാരനുമല്ലോ എന്ന് ആരോട് പറഞ്ഞു? ഗിദെയോൻ. ദൂതൻ. Whom did he say to? ദൂതൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നു. ദൂതൻ, ദൈവം, യഹോവ എല്ലാം ഉണ്ട്. റൈറ്റ്. ഗിദെയോനെ വിളിക്കുമ്പോൾ ഗിദെയോൻ പറയുന്ന കാര്യമാണ്. Answer is right. 5 marks for Blessed ആണ്. So that brings us to the close of Old Testament round. Will you please give the marks? Mrs. Udaya gets 5 marks. Miss Udaya gets 5 marks. Mr. John Zachariah 5. Mr. John Zachariah 5. Blessy Zion also 5. Blessy Zion also 5. New Testament round begins with Blessy Zion.
തീമോത്തിയോസിനുള്ള രണ്ടാമത്തെ ലേഖനം പൗലോസ് എവിടെ വെച്ച് എഴുതി? റോമ കാരാഗ്രഹത്തിൽ വെച്ച്. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ബ്ലെസ്സിസ് ആണ്. എനിക്കിതിൻ്റെ പൂർണ്ണമായ മറുപടിയാണ് വേണ്ടത്. ഒറ്റ വാക്കിലും മറുപടി പറയാം. രണ്ടാമത്തെ ചോദ്യം മിസ് ജോൺ സക്കറിയയോടാണ്. യേശു സ്നാനമേറ്റ ഉടനെ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗ്ഗത്തിൽ ശബ്ദമുണ്ടായി. ഇതാര് കണ്ടു? യോഹന്നാൻ കണ്ടു. യോഹന്നാൻ കണ്ടു. യോഹന്നാൻ സ്നാപകൻ. എൻ്റെ ചോദ്യം ഇതാരാണ് കണ്ടതെന്നാണ്. സാറ് പറയുന്നു യോഹന്നാൻ കണ്ടെന്ന്. ഞാൻ ഇവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇവർ വായിച്ച പുസ്തകത്തിൽ എങ്ങനെയാണ്? ജസ്റ്റ് വൺ മോമെന്റ്. അവർ വായിച്ചിട്ടുണ്ടോ? സോ സാറിനല്ലേ ഞാൻ ചോദിച്ചത്. സോ ഉദയക്കാണ് അടുത്ത ചാൻസ്. ഉദയ എന്താ പറയുന്നത്? ഇത് കണ്ടതാരാണെന്നാണോ പറയേണ്ടത്? അതെ, അതാ ചോദിച്ചത്. സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരം കണ്ടു. ഞാൻ മൈനസ് മാർക്ക് തരണോ? If you give me an answer, it should be right. Otherwise, you get minus mark. Tell me if you know it. Pass. ഞാൻ ആ വേദഭാഗം വായിപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ആര് കണ്ടു? അവൻ ആരാവൻ? യേശു. അവൻ എന്ന് പറയുമ്പോൾ യേശുവെ കണ്ടുള്ളൂ. ഇത് വേറെ ആരും കണ്ടിട്ടില്ല. റൈറ്റ്. സോ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉദയക്ക് ഞാൻ മൈനസ് കൊടുക്കുന്നില്ല. ഇനി ഇങ്ങനെ തെറ്റിക്കരുത്. പാസ്റ്റർ പകുതി കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ പറഞ്ഞില്ല. ആദ്യത്തെ പറഞ്ഞു സ്വർഗം. ആദ്യമേ തന്നെ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്, ആരംഭിക്കേണ്ടത് സ്നാനമേറ്റ ഉടനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പം സ്വർഗം തുറന്നു. അത് ആദ്യമേ സംഭവിച്ചത്. പിന്നെയാണ് ദൈവാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. അത് യേശു കണ്ടു. നാലാമത്തേതാണ് ഇവൻ്റെ ഞാൻ പ്രസാദിച്ചു. നമ്മൾ ഓർഡർ വരുമ്പോൾ ഇതായതിൻ്റെ ഓർഡർ. വാട്ട് എവർ ഇറ്റ് ഈസ്, ജോൺ സക്കറിയ ഗെറ്റ്സ് 3 മാർക്സ്. ഞാൻ പറഞ്ഞ യു അഗ്രി വിത്ത് മീ? മനസ്സിലായി? നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർഡറിൽ പറയണം. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ദി അസെൻഡിങ് ഓർഡർ. ഫസ്റ്റ് സ്നാനം ഉടനെ എന്ത് സംഭവിച്ചു ഞാൻ ചോദിച്ചത്. സോ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന രീതി വന്നു, അവൻ കണ്ടു. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ചോദിക്കണേ ക്വസ്റ്റ്യൻ, ആരും പറയല്ല. ഓൾ റൈറ്റ്, ഇറ്റ്സ് എ കീ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനങ്ങനെ ചോദിച്ച വിഷമമുണ്ടോ? ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം ഉദയോടാണ്. റൈറ്റ്, അത് എളുപ്പമുള്ള ചോദ്യം. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നുവെന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നത് ഏത് സഭയെക്കുറിച്ചാണ്? ലവോദിക്ക. -1 മാർക്ക്. And the next one? Sardis. One chance once. ബ്ലെസ്സിസ് ആണ്. പറയണോ? അറിയാമോ? ഇല്ലെങ്കിൽ പാസ് പറ. പാസ്. അപ്പം ഉദയയ്ക്ക് -1 മാർക്ക്, ബ്ലെസ്സിക്ക് നോ മാർക്സ്. പാസ്. സർദീസ്. ഷുവർ, അതോ സർഗീസ് ആണോ? സർദീസ്. All right, സർദീസ് എന്ന സഭയാണ്. Pastor gets 4 marks. All right? Okay. Will you tell me the score? Udaya gets -1 mark. -1 mark only. John Zakaria gets 7 marks. John Zakaria gets 7 marks. Blessy Ziona gets 5 marks. Blessy Ziona gets 5 marks. കുഴപ്പമില്ല, മാർക്കുകൾ ഇങ്ങനെ ഇരിക്കല്ലേ ഇവിടെ. So the next question will go to teacher John Zakaria. Right. യേശുവിൻ്റെ ഇടത്തും വലത്തുമായി ക്രൂശിച്ച കള്ളന്മാർ 2 പേരും യേശുവിനെ നിന്ദിച്ചതായി പറയുന്ന സുവിശേഷങ്ങൾ എത്ര? ഏത്? ഇടയ്ക്ക് വെച്ചൊന്ന് പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അറിയാമെങ്കിൽ ജസ്റ്റ് അങ്ങ് വിട്ടേക്കണം. യെസ്, നോ ഹാഫ് ആൻസേഴ്സ്. ഒരു സുവിശേഷം മർക്കോസ്. ഞാൻ ചോദിച്ചത് അപ്പം ഒരു സുവിശേഷമേ ഉള്ളൂ. റൈറ്റ്. ഞാൻ പറഞ്ഞ ഭാഗികമായ ഉത്തരം ഞാൻ സ്വീകരിക്കുകയില്ല. മർക്കോസിന് താങ്കൾ പറയുന്നു ഒരു സുവിശേഷമേ ഉള്ളൂ. വെൽ, ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. യെസ്, ബ്ലെസ്സിസ് ആണ്. 2 സുവിശേഷം, മത്തായിയും മർക്കോസും.
2 സുവിശേഷം മത്തായി മർക്കോസ് എന്താ പറയുന്നത് അവിടെ? കള്ളന്മാരുടെ നടുക്ക് യേശുവിനെ ക്രൂശിച്ചു, ആ, അവര് യേശുവിനെ ദുഷിച്ചത്. നിന്ദിച്ചു. അത് ശരി. 2 സുവിശേഷങ്ങൾ നിന്ദിച്ചു എന്ന് പറയുന്ന 2 സുവിശേഷം ഇതാണ്. എന്നാൽ മറ്റൊരു സുവിശേഷം പറയുന്നത് എന്താണ്? എന്താ പറയുന്നത്? മാർക്കില്ല ചോദ്യം. ഉദയ പറഞ്ഞു, തീർത്ത് പറഞ്ഞു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാർ നിന്നെ തന്നെ രക്ഷിക്കുക. എന്ന് പറഞ്ഞു. അതൊരു നിന്ദിച്ചെന്ന് പറഞ്ഞതിൻ്റെ ഒരു നല്ല ഭാഷ അതാണ്. അതിന് ഉത്തരം അതാണ്. സാറിന് വല്ലതും പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ സാറ് പകുതി പറഞ്ഞു, പകുതി ആൻസർ വിട്ടുകൊടുത്തു. ബ്ലെസ്സിസ് ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മർക്കോസ് ഒരു ക്ലൂ പറഞ്ഞു കൊടുത്തിട്ട് പകുതി മാർക്ക് നേരത്തെ കൊടുത്തു, അല്ലയോ? സോ നോ മൈൻഡ്, യു ഗേവ് ഹാഫ്. എത്ര എന്ന് പറഞ്ഞില്ല, അപ്പം 1 പറഞ്ഞത് തെറ്റാണ്. 1 പറഞ്ഞ് തെറ്റ്, പക്ഷേ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. സോ യു ഗെറ്റ് 1.5 മാർക്സ്. മിസ്റ്റർ ജോൺസൺ ഈ ഗേവ് മർക്കോസ് എന്ന് പറഞ്ഞിട്ട് ബ്ലെസ്സിക്ക് ഒരു ക്ലൂ വെച്ച് കൊടുത്തു. 2 പേരും കൂടെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. റൈറ്റ്. ആൻഡ് ബ്ലെസ്സി സാന ഓൾസോ got the answer half from him, so she gets 1.5. റൈറ്റ്. തിരുവചനത്തിൽ അധികം പ്രതിപാദിക്കുന്ന രാജ്ഞി ആര്? Who is the most mentioned queen in the Bible? ഷേബ രാജ്ഞി. Sheba Rajni, -1 big Esther. mark. Yes. No way. You should listen to the question. 1 mark, -1 mark. Yes, Mrs. Udaya. എസ്തേർ. Eh? എസ്തേർ. -1 mark. അറിയില്ല. അറിയില്ല. Very good answer. ഇസാബേൽ. ശരിയാണോ? 23 times she is mentioned in the Bible. Why did you lose your mark? So that is not good. Right. ശരിയാണോ? Right. Now the third question too. ഉദയല്ലേ? അബ്ശാലോമിന്റെ സൈന്യാധിപൻ ആരായിരുന്നു? അബ്ശാലോമിൻ. പറയൂ. യോവാബ്. അബ്നേർ. -1 മാർക്ക്. ദാറ്റ്സ് എൻഡ് ഓഫ് ദി സ്റ്റോറി. ഇനി അടുത്ത ചാൻസ് സാറിനാണ്. സാറ് പാസ്. പാസ്സാണ്. ബസ് പറയൂ. റൈറ്റ്. ഡോണ്ട് വറി. അബ്നേർ. അബ്നേർ. -1 മാർക്ക്. അമാസ. ഞാൻ വിചാരിച്ചത് ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചാ. അബ്ശാലോമിന്റെ സൈന്യാധിപനൊക്കെ. റൈറ്റ്. ഐ നോ ഇറ്റ് ഈസ് നോട്ട് ഈസി. വാട്ട് ടു ഡു? കയ്യിൽ നിന്ന് പോയാകുമ്പം വെടിയുണ്ട ഒരിക്കലും തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. സോ വി കം ടു ദ എൻഡ് ഓഫ് ദ ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. ആൻഡ് വിൽ യു പ്ലീസ് ഗീവ് ദ മാർക്സ്? Mrs. Udaya, -2. Mrs. Udaya gets only -2. Mr. John Zachariah, 1.5. Mr. John Zachariah, 1.5 marks. Very good. Blessy Siona, -half. -half. So next is Bible bumper round. ഞാൻ പറഞ്ഞതുപോലെ ഒരു ചോദ്യം 2 മാർക്ക് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൃദ്ധനും യേശുക്രിസ്തുവിന്റെ തടവുകാരനും എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ആരോട് പറയുന്നു? ആരോട് പറയുന്നു? ആരോട് പറയുന്നു? ആരെന്നാരും പറയണം. രണ്ടാമത് ആരോട് പറയുന്നു പറയണം. ഫിലേമോനോട് പൗലോസ്. കറക്റ്റ്. 2 മാർക്സ്. മറുപടി നൽകേണ്ട തിരിച്ചാണ്. പൗലോസ് ഫിലേമോനോട് പറയും. ഓൾ റൈറ്റ്. നോ മൈൻഡ്. 2 മാർക്സ് ഫോർ ഉദയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിസ്തു എന്നത് ഏത് ഭാഷയാണ്? യെസ് ബ്ലസ്സി. ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് ഭാഷയാണ്. 2 മാർക്സ് ഫോർ ബ്ലസ്സിസാണ്. ആൻഡ് ദ തേർഡ് വൺ. ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള പ്രവചന ഗ്രന്ഥം ഏത്? യെസ്. ജെറമിയ. സോ ബ്ലസ്സി ഗെറ്റ്സ് 2 മാർക്സ്. 52 അധ്യായങ്ങൾ, 1364 വാക്യങ്ങൾ. റൈറ്റ്. ഓക്കെ.
ബി വെരി അറ്റൻറ്റീവ്. ഓടിപ്പോവുക എന്ന് അവസാനിക്കുന്ന പുസ്തകം ഏത്? യെസ് ഉദയ. ഉത്തമഗീതം. ഉത്തമഗീതം ശരിയാണ്. 2 marks for ഉദയ. റെഡി? ദാര്യാവേശിന്റെ വാഴ്ചയുടെ 2ാം ആണ്ട് എന്ന് ആരംഭിക്കുന്ന പുസ്തകങ്ങൾ എത്ര? നോ ആൻസർ. ക്ലൂ വേണോ? വേണ്ട. ഇറ്റ് കംസ് ടുവേർഡ്സ് ദ ലാറ്റർ എൻഡ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗങ്ങളുള്ള പുസ്തകങ്ങളാണ്. ഇനിയും ക്ലൂ വേണോ? ഹഗ്ഗായി, സക്കറിയാവ്. 2 ആരംഭിക്കുന്ന ഈ വാര്യം കൊണ്ടാണ്. ദാര്യാവേശിൻ്റെ വാഴ്ചയുടെ 2ാം ആണ്ട്. ഓക്കെ, റൈറ്റ്. So that brings us to the close of the Bible bumper round, and will you please give me the marks? Udaya gets 4 marks. Yes, Udaya gets 4 marks. John Zachariah nil. John Zachariah gets nil marks. And Blessy Ziona gets 4 marks. Blessy Ziona 4 marks. ബൈബിൾ മ്യൂസിക് റൗണ്ടാണ് ഉദയയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എനിക്ക് ശരിയായ ഉത്തരം ഓർഡറിൽ തന്നെ തരണം. റൈറ്റ്? ഓക്കെ, ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഒരു രാജാവും അവൻ്റെ ജനങ്ങളും ഉപവാസത്തോടെ പാടി സ്തുതിച്ചപ്പോൾ യുദ്ധം ജയിച്ചു. ചോദ്യങ്ങൾ: രാജാവ് ആരാണ്? കീഴടക്കിയ രാജ്യങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. രാജാവ് യഹോശാഫാത്ത് രാജാവ്. വളരെ ശരിയായ മറുപടിയാണ് ആദ്യത്തെ പകുതി ലഭിച്ചിരിക്കുന്നു. യഹോശാഫാത്ത് രാജാവാണ്. അദ്ദേഹത്തിനെതിരെ വന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കീഴടക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാസ്. സോ ഉദയ ഗെറ്റ്സ് 2 marks. പാസ്. മോളെ. ഇംഗ്ലീഷ് പറയാം. യാ, see, I told you that No, answer English പറയാം. Yeah, you can tell me 100 times. Yeah. Moabites, Ammonites and Meunites. Right. The answer is very right. So you get another 2 marks for that. Right. Ammoniar, Moabier, Seir, Parvatakar. Now the second question goes to John Zachariah, teacher. Yeah. ബാബിലോൺ നദീതീരത്ത് അടിമകളായി കഴിഞ്ഞിരുന്ന ദൈവജനം പാടിയ പാട്ട് ഏതാണ്? അതിൻ്റെ ആദ്യത്തെ വരി എന്താണ്? 137 സങ്കീർത്തനം. ബാബിലോണിന്റെ തീർത്ഥങ്ങളിലിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഉത്തരം വളരെ ശരിയാണ്. 5 marks for John Zachariah. Right? All right. The last question. Very carefully you have to answer it. ദാവീദ് ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതിനും സ്തുതിക്കുന്നതിനുമായി ദാവീദ് എത്ര പേരെ നിയോഗിച്ചു? Total people. Yes. 288. No, your answer is wrong. I told you David undaki, that means what you said is another answer. Yes. Now if I tell them, these people understand that. So just -1 for Blessy. Yes. 4000 ശരിയാണ്. I told you specifically. The other 288 people were specified leaders. They were trained. These are common people. They were the leaders of worship. 4 marks. 4 marks. Right? That brings us to the close of the Bible music round. Right? Will you tell me the score? Udaya gets 6 marks. Udaya gets 6 marks. John Zachariah gets 5 marks. John Zachariah gets 5 marks. Blessy Ziona get 1 mark. Right. Will you please declare the winners and marks? Mr. John Zachariah gets the first prize with 18.5. Mr. John Zachariah gets the first prize with 18.5 marks. Very good. And the second prize goes to Miss Blessy Ziona with 14.5. Yes, Blessy Ziona gets 14.5 second prize. And Mrs. Udaya gets the consolation prize with 12 marks. And Mrs. Udaya gets 12 marks for the consolation prize. Right? Now is the presentation. Right?
we come to the end of this episode and also this stage. നമ്മുടെ ഈ എപ്പിസോഡും ഈ സ്റ്റേജും ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ അനേകർക്ക് കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവം അനേകർക്ക് പകരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം കൂടുതലായി മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.